ഈ നമ്മളിനി കാണാൻ പോണത് കുറച്ച് കോപ്പീസൊക്കെ അടിക്കാൻ പോണ വീഡിയോസാണ്. നമുക്ക് മ്യൂസിക് ഇറക്കാം. അയാൾ എന്തായാലും സാധനം അടിച്ചു കിട്ടും. ഇത് വേറെ വീഡിയോസ് ഒക്കെയാണ് പയ്യന്മാര് ഇൻസ്റ്റ സ്റ്റോറി ഒക്കെ ഇട്ടെ. ഇതില് ഞാൻ പറഞ്ഞുതരാം. ഇവന്മാരെ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ പല ഗ്യാങ്ങിലും കളിക്കുന്ന ഗ്യാങ് എന്നൊന്നുമില്ല. ഇവന്മാർക്ക് ഓരോ ദിവസവും ഓരോ ഗ്യാങ്ങാണ്. അപ്പൊ ഓരോ ദിവസം ഗ്യാങ് കയറുക, അടിക്കുക. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, അതികളിത് കണ്ടോ. ഇതിനകത്ത് ഇവന്മാര് പറയണെന്ന് വെച്ചാല് ഇത് KHP അടിച്ചിട്ട വീഡിയോ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് KHP അടിച്ചിട്ട വീഡിയോ ഒന്നും ഉണ്ടാവൂല. ഇതിനകത്ത് കാണാൻ പോണത് പണ്ട് എങ്ങാണ്ടോ കളിച്ച വീഡിയോസ് എനിക്ക് KHP അടിച്ചിട്ട വീഡിയോസ് ആണ് പോണെ. അപ്പൊ ഇത് കണ്ടോ ആയിട്ടേര് ഇതെന്നൊക്കെയാണ് പേര്. ഇത്ര ഗ്യാങ്ങിന്റെ പേര് ഇതേതാ വീഡിയോ? ഇത് ഏതാ സിറ്റി? അതാദ്യം ചോദിക്കട്ടെ. സ്ക്രീൻഷോട്ട് ലൈവ് ഇത് വേറെ ഗ്യാങ്ങാണ്. എനിക്ക് അതിനെ അറിയാതാ. ഈ അടിക്കുന്നല്ലേ ഇതൊന്നും ഇതിന്റെ ഫുൾ POV ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതൊന്നും ഞാൻ അടിക്കുന്ന സീൻസേ അല്ലേ ഗൈസ്. കണ്ടോണ്ട് ഇവന്മാര് പറയണ നമ്മൾ അടിച്ചിട്ട സീനൊക്കെയാണ്. ഇവന്മാര് എന്തെങ്കിലും വെട്ടി ഉണ്ടാക്കണല്ലോടാ. ഒരു സിനിമാറ്റിക് ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലും വെട്ടി ഉണ്ടാക്കണല്ലോ. അത്രയും കീട്ടങ്ങളെ നിന്നിട്ട് കാര്യം നദിയുടെ അതെ അടിയുടെ പരിപാടി. ഇത് എവിടെയാണ് ഗൈസ്? എവിടെ KHP ഓൾഡ് ഡൗൺ ആണെന്ന് ചോദിക്കുന്ന? ഇത് ഏത് സീനാണാ ഇത്? അതാ അടാ ഇത് വേറെ ഇനീഷ്യല് അമ്മ ഓൾഡ് ഓൺ ആന്ന് വെച്ചിട്ടത് ഓൾഡ് ഓൺ ആന്ന് വെച്ചിട്ട് ഞാനും വിചാരിച്ചു വേറെ സിറ്റി കയറിട്ട് വെറുതെ ഇട്ടേക്കാണ്. എന്റെ ഒരു ഇത് കാണിച്ചു തരാം. എന്റെ ഒരു ചെറിയ എന്താണ് സ്റ്റാർട്ടിങ് POV എന്ന് ഞാൻ കാണിച്ചു തരാം. വെജിറ്റ് ലൈവ് ആയിരുന്നല്ല, അത് കാണിച്ചു. നിങ്ങൾ കാണാൻ പോണതാണ് യഥാർത്ഥ POV. ഇതാണ് ടർഫിന്റെ യഥാർത്ഥ POV. ഇതെന്താ നമ്മള് കളിച്ചോണ്ടിരുന്ന ഈ ഗെയിം? ടർഫ് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഗെയിം പ്ലേ കാണാൻ പോണെ കാണിച്ചു തരാം. ടർഫ് പോയിന്റ് കഴിഞ്ഞിട്ടാണ് ഇനി കളിക്കാൻ പോണ കളികള്. കണ്ട തീട്ടങ്ങൾ ഡൗൺ ആയി കഴിഞ്ഞൂടെ. ഇവിടെ ഓൾ ഡൗൺ ആയി. ഒരു എന്താണ് ചത്തവന്മാരാണ് വാർച്ചാറ്റില് മറ്റേ ആൾക്കാരുണ്ട് എന്നൊക്കെ പറയണേ. ഈ ചത്ത ഇങ്ങനെ ഉണ്ടല്ലോ, എന്താ മറ്റേ സിറ്റുവേഷന്റെ ഇടയിൽ പിന്നെ ആൾക്കാരെ വിളിച്ചിട്ടാൻ പറ്റില്ല, അങ്ങനെ എന്താ റൂൾ ഇല്ലേ സിറ്റിയിലൊക്കെ? തവളവണ്ടി ആൾക്കാരെ കേറ്റാനാണ് ഈ സാറേതാ കണ്ടിയാണ് വന്ന് കൊണക്കുന്ന ഈ കൊച്ചി മറ്റേ 10ാം ക്ലാസ് പഠിക്കുന്ന ഈ ചെറുക്കനാണ് വന്ന് മറ്റേ ചാറ്റില് കൊണക്കാൻ മറ്റേ ആറില് വന്ന് കൊണച്ചത്. പേരെന്താ അവന്റെ പേരെന്താ? ഇറക്കിയന്മാരൊക്കെ നിങ്ങൾ തന്നെ ലൈവ് ആണ്. നിങ്ങൾ സത്യാവസ്ഥ ലൈവ് കാണിക്കാണ്ട് പിന്നെ യൂമ്പി ലൈവ് ഇടരുത്, വീഡിയോസ് ഇടരുത്. ഇതാ തവളവണ്ടി പോണൊക്കെ എന്തത് 7 ദിവസത്തെ മോഡ് കിട്ടിയ വെട്ടേനാണ് നമ്മളെ പയ്യന് ബാങ്ക് കിട്ടിയത്. വെവമാർക്ക് ബാനൊന്നുമില്ല കേട്ടാ. അതാ വണ്ടിയൊക്കെ പോയി. ഈ പയ്യ ഇവിടെ ലൈവ് ഒന്നും ഇല്ല കേട്ടാ. പയ്യൻ ഓടി, പയ്യൻ ജീവൻ കൊണ്ട് ഓടി. അപ്പൊ ഗ്യാങ്ങിലുള്ള എല്ലാം ഓൾഡ് ഓൺ ആയിട്ട് ചാറ്റിൽ ഒരു റെസ്പോണ്ട് ചെയ്യാൻ കഴിവില്ലാത്ത തീട്ടങ്ങളോട് ഞാൻ എന്ത് പറയാനാ? ഇതാണ് സിറ്റുവേഷൻ, തുടക്കം സിറ്റുവേഷൻ ഇതാണ്. കണ്ടല്ല. ഇനി ഇവിടുന്ന് കഴിഞ്ഞ് നമ്മള് പയ്യന്മാര് മീറ്റിംഗ് ഒക്കെ വിളിക്കുക. പയ്യന്മാര് അന്തസ്സുള്ള പയ്യന്മാരാണ്. മീറ്റിംഗ് ഒക്കെ വിളിക്കും, സംസാരിക്കാനൊക്കെ പോകും. അവിടെ മീറ്റിംഗ് വിളിക്കുന്ന സീൻസ് ഇതാണ് മീറ്റിംഗ് വിളിക്കുന്ന സീൻ. ആ ലൂസിഫറിനെ കൊണ കേക്കണേ. ലൂസിഫർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അവൻ ഇപ്പൊ പേര് മാറ്റി കളിക്കുന്നു. അവന്റെ പണ്ടത്തെ പേര് പ്രൊഫസർ. അവൻ അണ്ടില്ല, അതിനെല്ലാം പേര് മാറ്റി കളിക്കും. ആണ്ടിലാണ്ടിട്ട് പിന്നെ ഉദാഹരണം വെച്ച് പറയാനാണെങ്കിൽ ഇന്ന ഗ്യാങ് കളിച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച ലീവും, പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അടുത്ത ഗ്യാങ് ആണ്. ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ്? ഓരോ ദിവസം ഓരോ ഗ്യാങ്. മനസ്സിലാവും. തന്തയില്ലായ്മ കാണിക്കുന്ന ഗ്യാങ്ങിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പിന്നെ ഒരു ഗ്യാങ്ങുള്ള ആ ഗ്യാങ്ങിനെ വെച്ച് നമ്മൾ കളിക്കാറുള്ളൂ. മറ്റേ മാറി മാറി കളിക്കണ തന്തയില്ലായ്മ ഉള്ള ആൾക്കാരല്ല. ബാങ്ക് കിട്ടാണ്, പിന്നെ എന്ത് ചെയ്യാ? അതന്നെ. പിന്നെ റൂൾസ് നോക്കി കളിക്കാൻ നമ്മളെന്ത് ചെയ്യാനാണ്? നമ്മള് ഫോർമൽ ലൂസ് ആണ്.
ആഹാ. നമ്മൾ പറഞ്ഞ അതാണ് correct. ആഴ്ചക്കാഴ്ചക്ക് ഓരോ 15 മിനിറ്റ് സമയം തരും. അതിന്റെ മുമ്പ് വാറ കളിക്കണ 15 മിനിറ്റ് എത്ര സമയം ഇവര് കൂട്ടിയെടുക്കുന്ന ഇവര് ഇത്ര ടൈം എടുത്തിട്ടില്ലേ? എന്നിട്ട് ആ വാറിൽ ഇവര് ജയിച്ചിട്ടില്ല. അവിടെ നമ്മള് ഇവന്മാര് മീറ്റിംഗ് വിളിച്ചു, നമ്മള് മീറ്റിംഗ് വിളിച്ചു, നമ്മള് രണ്ടുപേരെയും അവര് രണ്ടുപേരെയും കണക്കിന് എന്നെ പിക്ക് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഒരു കൂട്ടി പറയാം, ഇനി ഒന്നും പറയണില്ല കൊച്ചാൾക്കോടേക്ക്. എന്നാ ബ്രോ ഈ എടാ, വീഡിയോ കാണാൻ ബ്രോ ഇത്രേ ഉള്ളൂ. ആ തീട്ട ഗാങ്ങിന്റെ നെയിം എന്താന്ന്? എന്തത്തെ ഫെയ്ത് അങ്ങനെ എന്തെങ്കിലൊക്കെയാണ് കേക്കിട്ട് വിവരക്കാർ. ഉസ്മാൻ ഒറ്റയുണ്ട്. അപ്പൊ ഇതാണ് ഇവരെ അവസ്ഥ. വീഡിയോസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും സിനിമാറ്റിക് ഇറക്കിയാൽ മതി. പിന്നെ ഇത് നമ്മളല്ലേ മിസ്സാക്കുന്ന, നമ്മളെ മിസ്സാക്കുന്ന. ഇതിലിപ്പോ എന്റെ ലൈവ് അല്ലേ ഞാൻ കേൾക്കുന്നത്, ഈ ലൈവ് ഒന്ന് പോസ്റ്റ് ചെയ്യട്ടെ. അപ്പൊ യുവമാർക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ഇടിച്ചിറക്കണം എന്ന് യുവമാരെന്നെ വീശിയിരുന്ന് പറഞ്ഞ കേസാണ് ഇതൊക്കെ. യുവമാരൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ തന്തയില്ലായ്മ എല്ലാം കാണിക്കുമ്പോ ഞാൻ എന്തൊരു പറയാനാ. യുവമാർ ആദ്യം ബി-സെഡ് എന്ന് പറഞ്ഞ പേരിൽ ഗ്യാങ് ഉണ്ടാക്കി. അത് ഞാൻ മറ്റേ അവരെ 5 ഡേയ്സിൽ പോയി പറഞ്ഞ് സംസാരിച്ച്. അപ്പൊ അവര് തന്നെ വന്ന് അത് ഡിസ്മാൻഡിലാക്കി കൊടുത്ത അവരെ ഗ്യാങ്. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാങ് കൊടുങ്ങി RW. എന്നിട്ട് ഇവന്മാർ എന്തോ ഇതുപോലെ കളിച്ചിട്ട് എന്താ അവന്മാരെ ഗ്യാങ്ങിനെ ഡിസ്മാൻഡിലായത്. 3 സ്ട്രൈക്ക് കിട്ടി, അമ്മ ഡിസ്മാൻഡിലായി വിട്ട്. അത് കഴിഞ്ഞിട്ട് I-51 വന്ന് നൈറ്റിൽ ചൊറിഞ്ഞ്. ഇവന്മാർക്ക് ഇതാണ് പരിപാടി, ഓരോ ഗ്യാങ് ഡിസ്മാൻഡിലായി കഴിഞ്ഞാൽ അടുത്ത ഗ്യാങ് കയറുക. ഈ മറ്റേ റൂൾസും അറിയാത്തവന്മാർ വന്നിട്ട് ഗെയിം കളിക്കുന്ന, പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമില്ല. നമ്മൾ ഇത്രയും കൊല്ലം കളിച്ചിട്ട് ഇവിടുന്ന് പോവാത്തൊരു ഗ്യാങ് നമ്മൾ തന്നെയാണ്. പിന്നെ എന്തിനാണ് പണ്ട് ഗ്യാങ് ഇവിടെ കളിച്ചോണ്ടിരുന്നതാണ്. അത് മറ്റേ PDI കയറണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ഗ്യാങ് ഇവിടെ ഇല്ലാണ്ടായി പോയതാ. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ഇങ്ങനത്തെ കുറെ തീട്ടങ്ങളെ കാണാൻ പറ്റി. അതിന്റെ ആ കൊച്ചിറക്കനോട് ഞാൻ എന്തിനു പറയാൻ, അവന്റെ മര്യാദയിലിരുന്ന് സംസാരിച്ചോണ്ടിരുന്ന. അപ്പൊ അതിനകത്ത് വീഡിയോ അടിച്ചിറക്കി. ധാരണ ഇല്ലാത്ത വീഡിയോസ് ഒക്കെയാ. എന്തത്തെ വീഡിയോ ആണ് അവന്മാർ അടിച്ചിറക്കിയ. പിന്നെ ഓരോരുത്തർ പിക്ക് എടുത്തവര് വരെ വീശിരിക്കുന്നുണ്ട്. ഒന്നും പറയുന്നില്ല അവന്മാരെ. 15 മിനിറ്റ് ഞാൻ അടുത്ത് വാറ കളിക്കത്തില്ല, ഞാൻ ഇറങ്ങും നമ്മുടെ മൂത്ത് വയ്ക്കാൻ പറഞ്ഞു. അപ്പൊ അവന്മാര് കരിച്ചലി അവർ അടിക്കാൻ പറ്റൂലെങ്കിൽ വാത്. എന്നിട്ട് ഇവന്മാരിൽ നമ്മളും ഡൗൺ ആവൂല, അവന്മാരും ഡൗൺ ആവില്ല. രണ്ടുപേരല്ലെയും അവിടെ ഇവിടെ വെച്ച് മീറ്റിംഗ് വിളിക്കും. മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ വാറ കളിക്കണം. 15 മിനിറ്റ് സമയം ഉണ്ടാവും. അത് കഴിഞ്ഞ് വാറ കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ ഇരുന്നിട്ട് 8 മണിയാക്കും. അത് നമുക്കറിയില്ല ആ ടൈമിലുള്ള റൂള്. നമ്മൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ 15 മിനിറ്റ് കൊണ്ട് വാറ കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ ഉരുണ്ട് കളിക്കുക തുടങ്ങി. 7 മണിക്ക് വാ ബ്രോ. നമ്മളൊരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ നമ്മൾ കളിക്കണത് തന്നെ എത്ര 4 മണിക്ക് മെയിൻ വാറ് കഴിച്ചു, എല്ലാം കഴിച്ചു. ലാസ്റ്റ് 6 മണി നമ്മൾ VC നമ്മൾ ഇരുന്നിട്ടുണ്ട് 6 മണിയിൽ. അവനക്ക് 8 മണിക്കേ പറ്റുള്ളൂ. നൈറ്റിലേ വരും, ഇപ്പൊ പഠിച്ച് നൈറ്റിലേ കളിക്കാൻ വരുള്ളൂ. എന്തൊക്കെ അവന്മാർ പറയുന്ന. ഇവന്മാരെ കൊണ്ട് എന്തൊരു ശല്യാണ്. എന്നിട്ട് അഡ്മിന്റെ സൈഡിൽ നിന്ന് ഞാൻ ഡിസ്മാൻഡിലാക്കി വിട്ടത്. എന്തുകൊണ്ടാ? ഇവന്മാരെ ടൈമിലല്ലല്ലോ എനിക്കിത് കളിക്കേണ്ട ആവശ്യമുള്ളത്. ഞാൻ ടൈമിലൊന്നും കളിക്കണല്ലോ. ഇത് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് അഡ്മിൻസിന്റെ സൈഡിൽ നിന്ന് ഇതാക്കിയത്. മറ്റേ എന്താ ഇതിനെ പറയാ, സൈഡിൽ തന്നെ ഞാനത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാണ് ബ്രോ ഇവന്മാർക്ക് പറ്റത്തില്ലെങ്കിൽ എനിക്കും പറ്റത്തില്ല. ഇവന്മാരെ പറഞ്ഞ ടൈമൊന്നും കളിക്കാൻ പറ്റില്ല. ഒരു റൂൾ പ്രകാരം 8 ആ സമയം കൊണ്ട് ഒരു 15 മിനിറ്റ് സമയം തരും. കഴിഞ്ഞാൽ നിങ്ങൾ ലൊക്ക് അയച്ചാൽ ആര് ഇതിൽ തന്നെ കളിക്കണം. അതാണ് ആ സർവറിന്റെ ഒരു റൂൾ ഉള്ളത്. അത് ഇവർക്ക് പാലിച്ച് കളിക്കാൻ പറ്റില്ലെങ്കിൽ ഇവന്മാർ എന്ത് അണ്ടിയിട്ട വീഡിയോ ഇറക്കിയാലും ഒരു കാര്യം ഉണ്ടാവില്ല മച്ചു. ഇതൊരുമാതിരി എന്ത് വീഡിയോ നിനക്ക് പറയാൻ അറിഞ്ഞൂടാ. പിന്നെ ഈ മറ്റേ സാരട്ട് കളിക്കുന്നവരൊന്നും ഞാൻ ഒന്നും പറയില്ല കേട്ടാ. ഇനിയിപ്പൊ ഇതൊന്നും കണ്ടിട്ടുണ്ടല്ലേ, സാരട്ട് കളിക്കുന്നവന്മാരോട് ഞാൻ ഒന്നും പറയില്ല. പിന്നെ ഗ്യാങ് റൂൾ ഇല്ലാത്തവന്മാരോട് ഞാനൊന്നും പറയില്ല. ഇതൊക്കെ ഏതാ വീഡിയോ കഴിച്ചതാ, ഇതൊക്കെ ഏതാ വീഡിയോ? വാർ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറിന്റെ POV ഇറക്കാണ്ട് മറ്റേ പണ്ടത്തെ സാമാനം ഇറക്കി കഴിഞ്ഞാൽ ഞാൻ എന്താ മക്കളെ പറയണ്ട. ആളില്ലാത്ത ടൈമിൽ വന്നിട്ട് നമ്മൾ തന്നെ പറഞ്ഞ കാര്യമാണ് ഗൈസ്. ഇതാ B-സെഡ് ആണ്. ഏതാ കേണ്ടല്ലോ ഇവന്മാരെ ഗ്യാങ് ഏതാ? ഞാൻ പറഞ്ഞില്ലേ പല തന്തൊക്കെ എനിച്ചവരാണ്. പല ഗ്യാങ്ങിലെ ഓരോ ടൈമില് ഗ്യാങ്ങിലെ ഞാൻ എന്ത് പറയാനാണ്. ഓരോ ടൈമിലും ഓരോ ഗ്യാങ് കളിക്കുക, ഓരോ ജീവിതം നോക്കുക. ഇതൊക്കെയാണ് അവന്റെ പരിപാടി. നമുക്കൊന്നും പറയാനില്ലേ മോനെ. POV മൊത്തം കണ്ടിട്ട് വരാം. നമ്മളൊക്കെ ഇറക്കാണെങ്കിൽ ബ്രോ വാറ് ഏറ്റ് ഇറക്കത്തുള്ളൂ. അല്ലെങ്കിൽ മറ്റേ പല തന്ത്രം കാണിക്കാനാണെങ്കിൽ നമുക്ക് ഇരുന്ന് കാണിക്കാൻ അറിയാം. ഇതല്ല ബ്രോ POV. ഇതെന്താണത്? ഏത് POV ഇത്? പയ്യ നല്ല കളിക്കുന്നുണ്ട് കേട്ടോ.
ഡാർക്കിൽ അടിക്കുന്നത്. ആ, ഇത് എവിടുന്ന് അടിക്കുന്നതാ ആ POV എടാ അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാലോ. പല വീഡിയോ കാണിക്കാൻ വരും 1v1 പോലും അടിക്കാൻ അറിയാത്ത കഴിവില്ലാത്ത മതി. എടാ കാണിക്കട്ടെ അവന്മാര് പുതിയുള്ളവന്മാരല്ലടാ കാണിക്കട്ടെ. എടാ അതിന്റെ ലീഡറാടാ 1v1 പോലും കളിക്കാൻ അറിയാത്ത 1v8 ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് മറ്റേ അച്ചായന്റെ 1v8. ഇല്ല 1v8 എന്നൊക്കെ പറഞ്ഞെങ്കിൽ പറയും സർവറിന് ഇഷ്യൂ ആണ്, അതൊന്നും കാണിച്ചു കൊടുക്കണ്ട. അത് പോട്ടെ, അത് വരും. അല്ല അത് പകുതി വെച്ചായത്. ആ ബാക്കി അതുവരെ വന്ന് വീഴും, പകുതി വരെ വന്ന് വീഴ് തന്നെ ഇരുന്നു. കുറച്ച് വീഡിയോ ഇറക്കുമ്പോണ്ടല്ലേ ആ വാറിന്റെ കുറച്ച് ക്ലിപ്പിങ്ങിൽ ഇറക്കണേ. ഇത് മറ്റേ എന്തിട്ട് ഇറക്കിക്കണേ എന്ത് വീഡിയോ ബ്രോ ഇത്? വീഡിയോ ഇത് ഗ്യാങ് വാർ വീഡിയോ. ഇതിൽ ഏതാ അതിന്റെയൊക്കെ ഗ്യാങ് ഏതാ ഇതിനകത്ത്? പല തരത്തിലുള്ള ഗ്യാങ് കാണാൻ പറ്റുന്ന ഒരു കാര്യം എല്ലാ ഗ്യാങ്ങിനും ഒരുമിച്ചിട്ടടി. എന്ത് വീഡിയോ ആണോ ഇത്? ഇങ്ങനെയാണോ വീഡിയോ ഇറക്കുന്നേ വാറിനകത്ത്? എടാ നമ്മള് മറ്റേ എന്തിനാണ് ഒരു ഡിസ്പ്ലേയിലാക്കിയ വാറിനെ വെച്ച് വീഡിയോ ഇറക്കൂല കേട്ടോ ബ്രോ. വീഡിയോ ഇറക്കുകയാണെങ്കിൽ അന്തസ്സായിട്ട് അത് ഇതിന്റെ ഒക്കെ പോലെ ഈ ഊമ്പിയ വീഡിയോ ഒന്നും വെച്ചല്ലേ ഇറക്കുക നമ്മള്. മനസ്സിലായോ? നൈസ് വീഡിയോ ബ്രോ. അടുത്ത ഗ്യാങ്ങിന്റെ നെയിം 10. ഇല്ല ഞാൻ അടുത്ത ഗ്യാങ്ങിന്റെ പേര് പറയണേ ബ്രോ. ഒരാഴ്ച ലീവ് 1 വീക്ക് ലീവ് എടുക്കാൻ തൊട്ട് ബ്രോ പോയതാണ്. എന്റെ ഏതോ ലൈവ് സീലുണ്ട് ബ്രോ. അതിങ്ങനെ ആവില്ല കേട്ടാ. ഇതിലൊരു മെയിൻ പയ്യനുണ്ട് കേട്ടാ. ഇതില് മെയിൻ പയ്യനുണ്ട് ലൂസിഫർ. ഇതിലൊരു മെയിൻ പയ്യനുണ്ട്. അല്ല കൈ വങ്ങാത്ത പയ്യനുണ്ട്. എടാ ബാക്കിയുള്ളൊരു പിയോ അടിച്ചാ മറ്റേ ചുമ്മാ പോയി അടിക്കുന്നവന്മാരെയുള്ള പിയോ അടിച്ച അയച്ചെന്നാ. ഗ്യാങ്ങിന്റെ നെയിം പ്രഡിക്ഷൻ ചെയ്താണ് ഞാന്. ഇല്ലടാ ഇവന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവന്മാരെ അങ്ങനെ കളിക്കുന്നവന്മാരാ. ഇതാരിത്? എന്റെ അണ്ണാണിയല്ലേ VC വന്ന ചാനലിൽ വന്ന എന്തെല്ലാം അണ്ണാണി തെറ്റൊക്കെ വേണമെങ്കിൽ BGMI കളിക്കാൻ. BGMI അല്ലേ സോറി PUBG PC കളിക്കാൻ. ഞാൻ പെട്ടെന്ന് ഇട്ടാ അടികൊണ്ട് പിന്നെ PUBG കയറ്റിയേ. ഇന്നലെ കുത്തിരുന്ന കൊണ്ട് കയറ്റിയേ മേല്. ഡൗൺലോഡ് ഇവന്മാര് മറ്റേ ഞാൻ പറഞ്ഞില്ലേ വീഡിയോസ് ഇങ്ങനെ ഇറക്കുള്ളൂ. ഇവന്മാര് തന്തല്ലേമ കാണിക്കുമ്പോ നമ്മളെ പോലെ കാണിക്കേണ്ട ആവശ്യമില്ല. വീഡിയോ ഒക്കെ ഇറക്കുമ്പോ കുറച്ച് അന്തസ്സോടെ ഇറക്കുക. അപ്പൊ നമ്മള് തിരിച്ച് കാണാൻ വരാം. ഇത് ഏത് പിയോടാ? BCZന്റെ അല്ലേ? ആ BCZന്റെ എന്റെ 2-3 പിയോ വേണ്ടി ഞാനല്ലേ വണ്ടിട്ട് കൊടുക്കുന്നത് മരയുടെ വെച്ചിട്ട്. ഇതിപ്പോ ചത്താണ് അവരുടെ എന്താ പ്രോ ലീഡർ. ഇനിയാണ് ഈ പയ്യൻ. കുറെ ഇതെല്ലാം കാണിക്കും, എല്ലാം കാണിച്ചു തരണം ബ്രോ. മനസ്സിലായ മറ്റേ തന്തല്ലേമ കാണിച്ചല്ലേ തയ്ച്ചോ എല്ലാം കാണിക്കുമ്പോ കറക്റ്റ് ആയിട്ട് കാണിക്കണം ബ്രോ. മറ്റേ വീഡിയോ ഇറക്കാണ്ട് മറ്റേ വാലും തുമ്മില്ലാത്ത വീഡിയോ ഇറക്കണ തീട്ടങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. ഇൻസ്റ്റന്റില് വ്യൂ ഉണ്ട് മനസ്സോ? മറ്റേമാരടിക്കുന്ന ഡാർക്കിനേലുണ്ടോ POV? ഇൻസ്റ്റന്റിലുണ്ടോ POV? പെട്ടെന്ന് പറ. ഉണ്ടെങ്കിൽ ഇട്ടോ. ഓഫ്ലൈൻ ആണ്. അവരെ വിളിച്ചിട്ടുണ്ടോ? പിന്നെ അച്ചായനുണ്ടല്ലോ 8 പേര് എടുത്തിട്ടുണ്ട്. അതില് അമ്മമാര് വേണം മറ്റേ അഡ്മിൻസ് മറ്റേ ഇത് പറഞ്ഞു നിൽക്കാറാണ്. എന്താ പറയാ അമ്മമാരോടൊക്കെ. എന്റെ വീഡിയോ വന്നിട്ടില്ല കേട്ടാ. എന്റെ വീഡിയോ ഒന്ന് സ്റ്റോറി ഇടാൻ പറഞ്ഞ അഡ്മിൻസ് ഇത്രയേ ഉള്ളു ഗൈസ്. ഇവന്മാരെ വീഡിയോ കണ്ടപ്പോ നമുക്ക് പറയാൻ തോന്നിയ കാര്യം ഇതൊക്കെയാണ്. ഇതിലേക്ക് മനസ്സിലാത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ പല POVസും വാറ് കളിക്കുന്ന POVs ഇല്ല. വാറ് കളിക്കുന്ന ഒരു POVമാര് കാണിച്ചു തന്ന പോട്ടെ. ഇത് ഏത് BCന്റെ കേസ് പറയുന്നുണ്ടെങ്കിൽ കണക്ക് 2 കാര്യം പറയാനുണ്ട്. നമ്മളിവിടെ പ്യുവറായിട്ടും മറ്റേ റൂൾസും പാലിച്ച് കളിക്കണേ. മറ്റേ റൂൾസ് അറിയാത്ത ലൊട്ടകളോടല്ല ഞാൻ കളിക്കുന്നത്. ഈ റൂൾസ് അറിയാത്തവന്മാരോട് ഞാൻ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഇവന്മാര് മറ്റേ PvP കളിക്കുന്ന തീട്ടങ്ങളാണ്. നീ ഊമ്പിയാ മതിയടാ.
നീ നിന്റെ ലീഡർ 2 കാലും വെച്ച് മുമ്പ് ചെയ്യാം സെറ്റ് ആവും എല്ലാം സെറ്റ് ആവും ഇതാ ഇതാ വാർ തുടങ്ങുന്ന ഫുൾ പി ആണ് കഴിച്ച് ഇത് എന്റെ ലൈലുള്ള ഫുൾ പി ആണ് ഇതുമാർക്ക് കട്ട് ചെയ്യാൻ ഈസി അല്ലതാ കണ്ടല്ല ഞാൻ ഇവിടുന്ന് ഞാൻ ചാവും ഞാൻ പിക്ക് എടുക്കും ഞാൻ ചാവും അവന്മാര് വണ്ടി പൊട്ടുന്നൊക്കെ നന്നായിട്ട് അടിക്കുക കേട്ടോ എന്നിട്ട് നമ്മളിവിടെ 2 പേര് ലൈവ് ഉണ്ട് അവന്മാരും 2 പേര് എന്നിട്ട് അവന്മാര് ബ്രോ നമ്മളിഞ്ഞ ലൈവ് ഉണ്ട് ബ്രോ നമ്മളിഞ്ഞ ലൈവ് ഉണ്ട് ബ്രോ എന്നൊക്കെ പിന്നെ പിക്ക് എടുത്തത് നമ്മള് വണ്ടന്മാര് ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു ബ്രോ ഇപ്പം വാറ് വിളിക്കാൻ ലൊക്കേഷൻ ഇട്ടിട്ടും പഠിക്കാന്ന് തൊട്ട് അമ്മക്ക് പറ്റത്തില്ല ഈ അടിക്കുന്ന ആരാന്നറിയോ ഡിസ്ട്രോഡില് ഒരു റോള് പോലും ഇല്ലാത്തവന്മാര് ഊഞ്ചാൻ കേറിയിരിക്കും. അല്ല അത് പറഞ്ഞു കഴിഞ്ഞാലേ എന്തിനാടാ ഞാൻ റോള് പോലും ഇല്ലാത്തവന്മാര് വന്നിട്ട് ഫുൾ പാർട്ട് ഓഫ് വീഡിയോ. അപ്പം ഞാൻ എന്റെ വിയോവി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ വിയോവി എന്താ വെച്ചാൽ നിങ്ങൾ കാണിക്കുക. ഈ മറ്റേ വീഡിയോസ് ഒക്കെ ഇടുമ്പോണ്ടല്ലോ സ്വന്തം ഗ്യാങ് അടിച്ചിട്ട് എന്റെ വീഡിയോ ഇടുക. അല്ലാണ്ട് മറ്റേ 3 ഗ്യാങ്ങിലും അടിച്ചിട്ട് എന്റെ വീഡിയോ ഇട്ടെങ്കില് ഓരോ ഗ്യാങ്ങിന്റെ അടി കൊണ്ട് തൂറിയന്റെ വീഡിയോസ് കാണേണ്ടി വരും മക്കളെ. മനസ്സിലായോ? ഞാനൊന്നും പറയില്ലടാ. ഇത് മറ്റേ അംഗനവാടി പിള്ളേരെ പോലെ മറ്റേ അംഗനവാടി പിള്ളേരെ ഓടിച്ചിട്ട് അടിക്കുക എന്നൊക്കെയാണ് എൻസോ എന്ന് പറഞ്ഞോണ്ടിരുന്നത്. ഓടിച്ചിട്ട് പറയാ എൻസോ അംഗനവാടിന്റെ പിള്ളേരെ അടിക്കാൻ പോവാന്ന്. ചേട്ടാ ഞാൻ സാമ്പ് കയറാൻ പോണേട്ടാ. എനിക്ക് മടുത്ത്. എന്നാ ഞാൻ വല്ല കരിക്ക് കയറട്ടെ. നമ്മൾ അവരത് ലൈവുകളൊക്കെ മാറ്റി നമ്മള് പ്യൂർ ലൈവാണ്.